തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന മെഡിക്കൽ കോളേജിന് കെ കരുണാകരന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മറ്റേ പൊതിച്ചോറ് വിവാദം ഉണ്ടായതിന് ശേഷമാണെന്ന് തോന്നുന്നു CPM നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉയർന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഫണ്ട് മുടക്കുന്ന ഒരു പദ്ധതിക്ക് എന്തിനാണ് ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ മുരളീധരൻ്റെ അച്ഛൻ്റെ പേര് എന്തിനിടുന്നു എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്, വിമർശനവും പൊങ്ങിക്കൊണ്ടുവരുന്നതും. പക്ഷേ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, അതായത് അത് വികസന മുന്നേറ്റത്തിന് കരുണാകരൻ കൊടുത്ത ഒരു വാല്യൂവിനാണ് ആ പേര് ഞങ്ങൾ നിർദ്ദേശിക്കുന്നതെന്നും കൊടുക്കുന്നതെന്നും കോൺഗ്രസും വാദിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഈ സൈബർ ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് പുതുതായി വരുന്നുണ്ട് മെഡിക്കൽ കോളേജ്. അപ്പോൾ തിരുവനന്തപുരത്തിന് 2 മെഡിക്കൽ കോളേജ് വരും. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഒരു ആവശ്യപ്രകാരം ഹരിപ്പാട് വീണ്ടും ഒരു മെഡിക്കൽ കോളേജ് വരും. അപ്പോൾ അങ്ങനെ അധികപ്പറ്റ ഓരോ ജില്ലയിലും അധികപ്പറ്റ ഓരോ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇപ്പം UDF ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്തൊരു പുതിയ മെഡിക്കൽ കോളേജ്, അതും കെ കരുണാകരൻ്റെ പേരിൽ വരുത്താൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് കെ കരുണാകരൻ്റെ പേര് സ്വന്തം അച്ഛൻ്റെ പേരിട്ടിട്ട് അച്ഛൻ്റെ പേരിടാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജ് കിട്ടാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കണോ എന്നുള്ളതാണ് പ്രധാനമായും അവരുയർത്തുന്ന ഒരു ചോദ്യം. അതായത് LDFൻ്റെ സൈബർ വിങ്ങുകളിൽ നിന്ന് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്, ഇവിടെ കേവലം അതൊരു മുരളീധരൻ്റെ അച്ഛൻ എന്നുള്ള പേരിലല്ല. അത് കെ കരുണാകരൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് കെ കരുണാകരൻ. കെ കരുണാകരന് ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്നിട്ട് എത്രയോ കാലം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ MP ആയിരുന്നിട്ടുണ്ട്. ഡൽഹിയിൽ അതേസമയം അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രാധാന്യം വളരെ വലുതായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നയതന്ത്ര വിഷയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്കകത്തൊരു വലിയ പ്രതിസന്ധി ഉടലെടുക്കുന്ന സമയത്ത് അവിടെ പോയി പ്രധാനമായും ചർച്ചയിലെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് കെ കരുണാകരൻ എന്ന് പറയുന്ന രാക്ഷസൻ തന്നെയായിരുന്നു. പിന്നെ കിങ് മേക്കർ ആയിരുന്നു. ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന നിരവധിയായ കോൺഗ്രസ് നേതാക്കന്മാരെ ഇതിലേക്ക് കൊണ്ടുവരും. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർക്ക് ശക്തനായ ഒരു വഴികാട്ടി കൂടിയായിരുന്നു. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്ഥൈര്യം കെ കരുണാകരൻ എല്ലാ ഘട്ടത്തിലും കാണിച്ചിരുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു പ്ലസ് പോയിന്റാണ്. അല്ലാതെ പിന്നെ സൈബർ കൂട്ടങ്ങൾ പറയുന്നത് പോലെ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാൾ കെ മുരളീധരൻ്റെ അച്ഛനായതുകൊണ്ടല്ല ആ പേരിടുന്നത്. പിന്നെ കെ മുരളീധരൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ശരിയാണ്. പലയിടത്ത് EMSൻ്റെ പേര് ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭവന പദ്ധതി EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഭവന പദ്ധതിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം സംസ്ഥാന സർക്കാർ മുതൽ മുടക്കെടുത്ത് അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സർക്കാർ പൈസ മുടക്കുകയാണ്. അതും ജനങ്ങളുടെ നികുതി പണമാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ EMS ഭവന പദ്ധതി എന്നതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊരു ചോദ്യം കെ മുരളീധരൻ ചോദിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ന്യായമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന് മികച്ച സംഭാവനകൾ നൽകിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദങ്ങളിലൊക്കെ ഏറെക്കാലം ഉണ്ടായിരുന്നു. ഇപ്പം INTUC എന്ന് പറയുന്ന സംഘടനയുടെ പിന്നെ ആ സംഘടന രൂപീകരിച്ച് തന്നെ കെ കരുണാകരനാണ്. അപ്പോൾ അങ്ങനെയാണ് കെ കരുണാകരൻ്റെ ഒരു വാല്യൂ. അദ്ദേഹം ഈ പറയുന്ന പോലെ കേരളത്തിന് അതിൻ്റെതായ ഭാഗധേയം വഹിച്ച ഒരാളാണ്. നമ്മൾ നോക്കിയോളൂ, ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു, നമുക്കറിയാം. ഇപ്പം 3 വർഷം പൂർത്തിയാവുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതൊക്കെ പിന്നെ വെറുതെ കളയാനുള്ളതാണോ? അല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചാണല്ലോ വിഴിഞ്ഞം പദ്ധതിക്ക് കെ കരുണാകരനായിട്ട് ബന്ധമുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റ് കെ കരുണാകരനായിട്ട് ബന്ധമുണ്ട്. കാര്യം ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് തന്നെ ആദ്യമൊക്കെ ചിന്തിക്കുന്ന കെ കരുണാകരൻ തന്നെയാണ്. കാര്യം നമുക്ക് സ്വാഭാവികമായി നമുക്കുള്ള ഒരു പോർട്ടാണ്, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വേറെ എങ്ങും ഈ ഒരു പ്രത്യേകതയില്ല. വിഴിഞ്ഞം മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകതയുള്ളത്. സ്വാഭാവികമായി ഒരു പോർട്ട് പോലെ തന്നെ ആഴമുള്ള ഒരു ഭാഗമുള്ളത് വിഴിഞ്ഞത്താണ്. അപ്പോൾ അത് കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു പോർട്ട് രൂപകൽപ്പന ചെയ്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്രാന്തദർശിത്വം, കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു ക്രാന്തദർശിത്വം, ഒരു ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോർട്ട് ഉണ്ടാക്കണമെന്നും ആ പോർട്ട് ഉണ്ടാക്കാൻ പോകുന്ന സമൂലമായ ഒരു മാറ്റത്തെക്കുറിച്ചുമൊക്കെ ആദ്യകാലത്ത് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് രാജഭരണകാലം മുതൽ തുടങ്ങിയതാണ് ഈ പോർട്ടിൻ്റെ കാര്യം. അപ്പോൾ അവിടെയും കെ കരുണാകരനൊരു പങ്കുണ്ട്. പിന്നീടാണ് VS അച്യുതാനന്ദൻ വരുന്നതും VSൻ്റെ കാലത്തിലേക്ക് അത് പോവുകയും പിന്നീട് AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അത് ചൈനീസ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അനുമതി നിഷേധിക്കുക. അതൊക്കെ പിന്നെ വേറൊരു പൊളിറ്റിക്കൽ ചരിത്രമാണ്. അപ്പം ഇങ്ങനെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രസക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയായിരുന്നാലും ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു സർക്കാരിൻ്റെതായ ഒരു
ഒരു പുതിയ ഒരു സംരംഭം, ഇപ്പം മെഡിക്കൽ കോളേജ് പോലെ ഒരു സംരംഭം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ കെ കരുണാകരൻ്റെ പേര് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. പിന്നെ ഉമ്മൻചാണ്ടിയുടെ പേര് ഇപ്പം വിഴിഞ്ഞം പോർട്ടിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് KC വേണുഗോപാൽ വലിയ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആവശ്യം KC മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇപ്പം സംസ്ഥാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് UDF വരെ തീരുമാനിച്ചിരിക്കുന്ന അതിൽ ഇന്ദിരാ ഗ്യാരണ്ടിയിൽപ്പെട്ട ഒന്നാണ്. അപ്പം പറഞ്ഞൂടെ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു, ഉമ്മൻചാണ്ടി എത്ര തവണ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അവരൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഓരോ മുഖ്യമന്ത്രിയും ഇപ്പം ഈ പറയുന്ന പോലെ പിണറായി വിജയൻ ആണെങ്കിൽ പോലും, ഇപ്പം ഈ VD സതീശനാണെങ്കിൽ പോലും കുറേ കാലം കഴിയുമ്പോൾ ഇവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകുമ്പോഴാണ് അവരൊക്കെ ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഉയർന്നു വരുന്നത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയം വരെ കോൺഗ്രസ്സുകാർക്ക് പോലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി വലിയ കള്ളനായിരുന്നു. VD സതീശൻ പോലും അദ്ദേഹത്തെ തീവെട്ടിക്കൊള്ളയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടക്കുന്നതെന്ന് വിശേഷിപ്പിച്ച ഒരാളാണ്. അപ്പം ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ട് കഴിയുകയും അപ്പോഴാണ് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ജനം മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഉമ്മൻചാണ്ടി ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകെ തുകയ്ക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി കൽപ്പിക്കണം. ഈ കെ കരുണാകരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാലേ കേരളത്തിൻ്റെ ഒരു നവോത്ഥാനം എന്നൊക്കെ പറയില്ലേ, കേരളത്തിൻ്റെ ഒരു പുനരുദ്ധാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശക്തമായ ഒരു വികസന പദ്ധതിയൊക്കെ നടക്കുന്ന കാലം ശരിക്കും കെ കരുണാകരൻ്റെതൊക്കെയാണ്. പിന്നീട് എന്താണെന്നറിയാം, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കെ നയനാരാണെങ്കിലും കെ കരുണാകരനാണെങ്കിലും അതിലൊക്കെ ശക്തമായി പങ്കുവഹിച്ചവരാ. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കോളൂ, അതിനുശേഷം ഒരു ഡെവലപ്ഡ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വന്നു. അതേസമയം ഇത് സ്ട്രഗ്ലിംഗ് ഏരിയ ആണ്. അതായത് ഈ ഇവരൊക്കെ ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ്. അപ്പം ഒന്നാലോചിച്ച് കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടം ആ സമയത്തുണ്ടാകുന്നു, മെഷീൻ വൽക്കരണം നമ്മുടെ കാർഷിക രംഗത്തേക്കും എല്ലായിടത്തും മെഷീൻസ് വരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിനെല്ലാം ശക്തമായി ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പം ഇന്നത്തെ പോലെയല്ല പരിസ്ഥിതിവാദം. പണ്ട് പരിസ്ഥിതിവാദം എന്ന് പറഞ്ഞാൽ അഡമൻ്റാണ്, ഈ ഇന്നത്തെ പോലെയല്ല. അപ്പം കാരണം പരിസ്ഥിതിവാദം എന്നൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനേ പറ്റില്ല. സമരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയൊന്നും അല്ല. ഒടുവിൽ അതുകൊണ്ടാണ് കെ കരുണാകരനെ പലരെയും പിടിച്ച് ജയിലിൽ അടച്ച് കൊലപ്പെടുത്തുന്ന പേരൊക്കെ വന്നത്. അപ്പം ഇങ്ങനെ പല രീതിയിൽ പോലും അതിനെ സ്ട്രഗിൾ ചെയ്ത് ഇന്നത്തെ പോലെയല്ല, ഇച്ഛാശക്തി നല്ല ശക്തമായിട്ടുണ്ടാവണം. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ശക്തി ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ചുകൂടെ ശക്തമായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഇച്ഛാശക്തിയോട് കൂടി കേരളത്തിനെ ഡെവലപ്പ് ചെയ്ത് നമ്മളെ പോലുള്ള പുതിയ തലമുറക്കാരുടെ കയ്യിലേക്ക് കേരളത്തെ ഏൽപ്പിച്ചവരാണ് ശരിക്കും ഇ കെ നയനാർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്, കെ കരുണാകരന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. പിന്നെ തന്നെയുമല്ല പല സംഭവങ്ങളും തുടങ്ങുന്നതും പല സംഭവങ്ങൾക്ക് കല്ലിടിയിൽ നടക്കുന്നതും ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിനെ പിൻപറ്റി ഇപ്പം നമുക്കറിയാവുന്ന പോലെ ടെക്നോ പാർക്ക്, കേരളത്തിലെ ഒരു IT ഹബ്ബാണ് ടെക്നോ പാർക്ക്. അത് ആരുടെ കാലഘട്ടത്തിൽ അല്ലെ അങ്ങനെ ഒരു ആശയം ഉണ്ടായത് ഇ കെ നയനാരുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു നാന്ദി കുറിക്കൽ നടന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ബാക്കി വന്ന സർക്കാരുകളെല്ലാം പിന്നീട് നോക്കി നടത്തുക മാത്രമാണ് ചെയ്തത്. ഇതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് കൂടുതലായി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാര്യം എന്താ, അവരൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞു. അപ്പം കേരളത്തിൻ്റെ വികസനത്തിന്, നാനാതുറയിലുള്ള ഒരു വികസനത്തിന് വേണ്ട ശക്തമായ അടിത്തറ പാകിയ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിന് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം അഴിമതി കാണിച്ചേക്കാം, ശരിയായിരിക്കാം, അഴിമതി ഉണ്ടായിരിക്കാം. ഇപ്പോൾ പാമോയിലിന് അഴിമതി പോലുള്ള അഴിമതി ഉണ്ടാകാം, വേറെ ഒരുപാട് അഴിമതി കേസുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടാകാം. ഒരുപക്ഷെ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, ഡിക്ക് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോയെന്നിരിക്കാം. എല്ലാം ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വലിയ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോട് കൂടി തന്നെയാണ് കേരളത്തെ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത് ചിന്തിക്കുന്ന പോലെ അല്ല, അന്നത്തെ കാലഘട്ടം അനുസ്മരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കെ കരുണാകരൻ്റെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും കേരളത്തിന് നല്ലതാണ് എന്ന് മാത്രമല്ല, നമ്മുടെ മുൻ നിരയിൽ നിന്ന പല രാഷ്ട്രീയ നേതാക്കളെയും നമ്മൾ സ്മരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും അങ്ങനെയുള്ള പേരുകൾ ഇടുന്നത്. ഇ കെ നായരുടെ പേര് വരുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. ഇ കെ നായർ, EMSനെ സമയത്തോളം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, അച്യുത മേനോൻ, അവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിച്ച് പോകാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു പക്ഷം.